ഇന്ന് ബി ജെ പിയുടെ സത്യപ്രതിജ്ഞയാണ്. തിരുവനന്തപുരത്ത് ഇന്ന് ജയിച്ചവരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ആര്യ രാജേന്ദ്രന്റെ നിലവിളി ഇങ്ങ് ഉച്ചത്തിൽ കേൾക്കാം എന്നുള്ളതാണ്. കാരണം ആര്യ രാജേന്ദ്രൻ ഒറ്റ ഒരാളാണ് തലസ്ഥാനം LDFന് ഇല്ലാതാക്കിയത്. ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യം, അഹങ്കാരം, പിന്നെ നിവരുന്നതിന് മുൻപുള്ള വളയൽ, ഞെളിച്ചിൽ, ഇതൊക്കെ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. പിണറായിയുടെ അടുത്ത സുഹൃത്തായ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോ ഇത്രയൊക്കെ ഭരണവിരുദ്ധതയെല്ലാം തലസ്ഥാനത്ത് കാഴ്ചവെച്ചിട്ട് നല്ല ഒന്നാന്തര താമര അങ്ങ് വിരിയിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ. അതിന് BJP-ക്കാർ ആര്യ രാജേന്ദ്രനോട് നന്ദി പറയണം. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം നിങ്ങൾ നന്ദി പറയുക തന്നെ വേണം. കാരണം ആര്യ രാജേന്ദ്രൻ ഒരു മികച്ച ഭരണം തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഒരിക്കലും BJP-ക്ക് അവിടെ ഒരുപക്ഷെ വിജയിച്ച് കരകയറാൻ കഴിയില്ലായിരുന്നു. ആര്യ രാജേന്ദ്രന്റെ ഭരണ മികവില്ലായ്മ തന്നെയാണ് ഇതിനൊക്കെ കാരണം. പിന്നെ യദു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനോട് കാണിച്ച ക്രൂരത, അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ഇങ്ങനെ ഒരു മേയറെ ഇനിയും ചുമന്നാൽ ഞങ്ങൾ പിണറായിയെ കൊണ്ട് അനുഭവിക്കുന്നതിന്റെ 100 ഇരട്ടിയാകും നമ്മൾ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് കേരളത്തിലെ ജനം മനസ്സിലാക്കി. എന്തായാലും 50 സീറ്റോടുകൂടി BJP ഇങ്ങനെ ജയിച്ച് അവിടെ താമര വിരിയിപ്പിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥി ഒരുപക്ഷെ സുധീഷ് കുമാറോ പാറ്റൂർ രാധാകൃഷ്ണനോ BJP-യോടൊപ്പം ചേർന്നുകൊണ്ട് BJP ഭരിക്കും. ആരാണ് മേയർ? ഇനി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തലസ്ഥാനത്തെ മേയർ ആര്? ഒരുപാട് ഉത്തരങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, കഴിവുള്ള ഒരുപാട് പേർ, തലസ്ഥാനത്തെ നയിക്കാൻ കഴിവുള്ള, മാനേജ് ചെയ്യാൻ കഴിവുള്ള, വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള, വികസന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിവുള്ള നിരവധി പേർ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ BJP കേരളത്തിലെ ഒരാൾ അല്ലെങ്കിൽ കേരള BJP-ക്കുള്ളിലെ ഒരാൾ ഇപ്പൊ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പിസം, ഒരുപാട് പുഴിക്കുത്തുകൾ, തമ്മിലടി, പിന്നെ പാർട്ടിയെ ഒരാളെ തകർക്കാൻ മറ്റൊരാൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത്, പിന്നെ പാർട്ടി സമ്മേളനം കൂടി അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്ന ആളുകൾ, ഇങ്ങനെയാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം കേന്ദ്രം അയച്ച ആളാണ്. ഒരുപാട് പേരുകൾ BJP സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കും എന്നൊക്കെ കേട്ട് ഒരുപാട് പേരുകൾ വന്നു. ഞാനിത് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് BJP-യെ അങ്ങ് തള്ളി കൊണ്ടുപോകുന്ന ഒരാൾ പറഞ്ഞത് 5 കാരണങ്ങൾ കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വരില്ല എന്ന 5 കാരണങ്ങളൊക്കെ അത് എണ്ണി പറഞ്ഞു. ഇന്ന് രാജീവ് ചന്ദ്രശേഖരനെ ഇരുന്ന് വാനോളം പോഴ്ത്തുന്നതൊക്കെ കാണുന്നുണ്ട്. അത് നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ വന്നു. രാജീവ് ചന്ദ്രശേഖരനെ മികച്ച ഒരു നേതാവായി, നയിക്കാൻ കഴിവുള്ള ഒരാളായി, ഗ്രൂപ്പിസത്തിനൊന്നും അടിമപ്പെടാതെ പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള ഒരാളായി തന്നെയാണ് BJP ദേശീയ നേതൃത്വം അദ്ദേഹത്തെ കേരളത്തിന്റെ അധ്യക്ഷനായി നിയമിച്ചത്. അദ്ദേഹം അധ്യക്ഷനായി നിയമിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരുപക്ഷെ സോപ്പിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഈ വല്ലാത്ത സുഖിപ്പിക്കലൊന്നും വിടാൻ രാജീവ് ചന്ദ്രശേഖരനെ കിട്ടില്ല. അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയും, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. ബാക്കിയുള്ളവർ മറ്റു കാര്യങ്ങളിലെ വിവാദങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അണികളോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ നേതാക്കന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് എങ്ങനെ തലസ്ഥാനമാണ് ഇത്തവണ ഫോക്കസ് ചെയ്തത്, BJP-ക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, BJP-ക്ക് വോട്ടിംഗ് ശതമാനമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ BJP ഫോക്കസ് ചെയ്തത് കേരളത്തിലെ തലസ്ഥാനമാണ്. തലസ്ഥാനത്ത് നിന്ന് തുടങ്ങണം. നേരത്തെ ഗുജറാത്ത് കോർപ്പറേഷൻ പിടിച്ചെടുത്തത് മുതലാണ് BJP-യുടെ ഒരു വളർച്ച, അഭൂതമായ ഒരു വളർച്ച കണ്ടത്. ഒരേ ഒരു കോർപ്പറേഷനാണ് അവരൊന്ന് പിടിച്ചെടുത്തത്. അതേ ട്രിക്ക് തന്നെയാണ്, അതേ തന്ത്രം തന്നെയാണ്, ഗുജറാത്ത് മോഡൽ തന്നെയാണ് തിരുവനന്തപുരത്തും ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ VV രാജേഷിനെ സംബന്ധിച്ചോ കരമന പിന്നെ മറ്റ് നേതാക്കന്മാരെ ഒക്കെ സംബന്ധിച്ചോ ഇവരൊക്കെ BJP-ക്ക് അകത്തുള്ളതാണ്. പാർട്ടിയിലെ എന്താ പറയുക പല പ്രശ്നങ്ങളും തമ്മിത്തല്ലും ഗ്രൂപ്പിസോ പല ഗ്രൂപ്പുകളിലും ഒക്കെ ഉള്ളവരാണ്. ഇവരൊക്കെ മേയർ സ്ഥാനത്തേക്ക് വന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും പലർക്കും ഇവരെ പല ഗ്രൂപ്പുകളിൽ ഉള്ളവരായിരിക്കും, പല ഗ്രൂപ്പുകൾ ഇല്ലാത്തവരായിരിക്കും, ഗ്രൂപ്പുകളിൽ ഉള്ളവരൊപ്പം നിൽക്കും, ഗ്രൂപ്പുകൾ ഇല്ലാത്തവർ കാലുവാരും. അങ്ങനെ ഇദ്ദേഹം ചെയ്യുന്ന ആരാണ് വരുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോർത്തി കൊടുക്കും, മാധ്യമങ്ങൾക്ക് കൊടുക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത നല്ല പിള്ളയെ പോലെ അഭിനയിക്കുന്ന പലരും ഉണ്ടാകും. അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ട്. അത് ദേശീയ നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. അമിത്ഷായും മോദിയൊക്കെ 45 ദിവസത്തിനകം തിരുവനന്തപുരത്ത് എത്തുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇവിടെ വേറിട്ട് നിൽക്കുന്ന ഒരാൾ ശ്രീലേഖ IPS ആണ്.
ശ്രീലേഖ IPS ഒരു രാഷ്ട്രീയ രീതിയിൽ നിന്ന്, രാഷ്ട്രീയ കുടുംബത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരാളോ അല്ല. അവർ പിന്നെ IPS കാരിയാണ്. മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. മാത്രമല്ല മോദിയുമായിട്ടുള്ള അല്ലെങ്കിൽ പല ഈ RSSന്റെ ആയാലും BJPയുടെ ആയാലും പലതരത്തിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും വികസനങ്ങളും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി വന്ന ഒരാളാണ്. അവർക്ക് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര സംഭവമാണ് ഞാൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്തോ ആണ് എന്നൊന്നും പറഞ്ഞ് ഇന്ന് വരെ അവര് രംഗത്തിറങ്ങി കണ്ടിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ തവണ ശാസ്തമംഗലത്ത് മത്സരിച്ച മധുസൂദനൻ നായർ, അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളാണ് അടുത്ത തവണ ഞാൻ വന്നപ്പോൾ എന്നെ ജയിപ്പിച്ചത് എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ BJP കാരി അവരായിരിക്കും. മറ്റാരും ഇന്ന ആള് ചെയ്തു വെച്ചത് കൊണ്ടാണ് എനിക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം BJP സ്വന്തം ആളുകളെ പോലെ അംഗീകരിക്കാൻ കുറച്ച് മടിയുള്ളവരാണ്, അവർ അംഗീകരിക്കില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ശ്രീലേഖ IPS. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അവർ പറയുന്നത് ശാസ്തമംഗലത്ത് നേരത്തെ മധുസൂദനൻ നായർ എന്ന് പറയുന്ന കൗൺസിലർ, അദ്ദേഹം എന്താണോ ചെയ്തു വെച്ചത് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എന്നെ ജയിപ്പിച്ചത്. അല്ലാതെ ഞാനൊരു DGP എന്ന് മാത്രമേ അറിയാവൂ, എന്നെ ജയിപ്പിച്ചത് കൊണ്ട് എന്താണ് അവർക്ക് നേട്ടം എന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ മുൻപുണ്ടായിരുന്ന BJP-കാരൻ ചെയ്തത് ഇനി വരുന്ന ആളും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് അവർ എന്നെ ജയിപ്പിച്ചത് എന്നാണ് ശ്രീലേഖ പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ശ്രീലേഖ വരുമ്പോൾ ഗ്രൂപ്പിസത്തിനോ ഗ്രൂപ്പുകൾക്കുള്ളിലോ അല്ലെങ്കിൽ പിന്നെ ഈ മൊത്തത്തിൽ ഒരു പിന്നെ അഴകുഴഞ്ചൻ അല്ലെങ്കിൽ ഈ അവിയൽ വരുമമായി കിടക്കുന്ന ഒന്നുമില്ല. ശ്രീലേഖ ഈ രാജീവ് ചന്ദ്രശേഖരെ പോലെയാണ്. അവർ വരുമ്പോൾ കൃത്യമായി കേന്ദ്ര നേതൃത്വം നൽകുന്ന പദ്ധതികൾ കൃത്യമായി ആവിഷ്കരിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ ഒരു സാധാരണക്കാരിയായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, കാരണം വലിയൊരു പദവിയിൽ ഇരുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു പദവി കിട്ടുമ്പോൾ ഉണ്ടാവുന്ന തലക്കനമോ അഹങ്കാരമോ ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊന്ന് കാണിക്കാൻ അവര് വലിയ പദവിയിൽ ഇരുന്നിട്ട് വന്ന ഒരാളാണ്. ഇപ്പോഴും അവർ സാധാരണ സ്ത്രീയെ, ഒരു DGP, ഒരു IPS കാരി എന്നതിലുപരി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുമായി പ്രവർത്തിച്ച് ജനങ്ങളുമായി ഇടപഴകാൻ അവർക്ക് കൃത്യമായി കഴിയും. മാത്രമല്ല പാർട്ടിയെ കുറച്ചുകൂടി തലസ്ഥാനത്ത് വേരുറപ്പിക്കാനും അവർക്ക് കഴിയുമെന്നുള്ള ചിന്ത ദേശീയ നേതൃത്വത്തിനുണ്ടാകും. അത് സംശയമില്ല എന്നുള്ളതാണ്. ഗ്രൂപ്പിസം കളിക്കുന്നവരെയും ഗ്രൂപ്പുകളിൽ നിൽക്കുന്നവരെയും ഈ പാർട്ടിയെ വെച്ച് ലാഭം കൊയ്യുന്നവരെയും പാർട്ടിയിൽ നിന്നുകൊണ്ട് സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവരെയും പാർട്ടിക്ക് വേണ്ട, അത് പാർട്ടി അവരെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും പാർട്ടിയെ സൂചിപ്പിച്ച് നിർത്തുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ്. പല ഇലക്ഷന് മത്സരിക്കണം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകണം, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്കാണ് പാർട്ടി ഇങ്ങനെ കുളിപ്പിച്ച് മിനുക്കിയിരിക്കുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം ആരും കുളിപ്പിക്കാനും സോപ്പും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, നിങ്ങളെ കയ്യിൽ ഞാൻ ഒതുങ്ങുന്ന ആളല്ല എന്ന് അദ്ദേഹം ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീലേഖ വന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് BJPക്ക് നന്നായിട്ട് അറിയാം. എന്ന് വെച്ചിട്ട് VV രാജേഷ്, പിന്നെ കരമന ജയൻ ഇവരൊന്നും പിന്നെ മോശക്കാരാണ് എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ഏത് ആളാണെങ്കിലും അവരൊക്കെ മോശക്കാരല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഒരു IPS റാങ്ക് ലെവലിൽ ഇരുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടിയെ കുറച്ചുകൂടി നയിക്കാൻ കരുത്തുള്ള ഒരു സ്ത്രീ തന്നെ വരുമ്പോൾ അത് എത്രത്തോളം പ്രയോജനകരമാകുമെന്ന് ഒരുപക്ഷെ കേന്ദ്രത്തിന് നന്നായിട്ട് അറിയാം. ആ തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തും എന്ന് തന്നെയാണ് BJP സ്നേഹിക്കുന്ന പാർട്ടി വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രതീക്ഷിക്കുന്നത്.